ഹലോ. വേദന വേദന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സബ്ജക്റ്റീവായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സംവേദനമാണ്. അത് ആ വ്യക്തിയുടെ അനുഭവമാണ്. ആ വ്യക്തിയുടെ തീക്ഷ്ണമായ വേദന, തീക്ഷ്ണത കുറഞ്ഞ വേദന, അത് ആ വ്യക്തിയുടെ സംവേദനക്ഷമതയുടെ ടോളറൻസ് ലെവലുമായിട്ട്, സഹനതയും സഹിഷ്ണുതയുമായിട്ട് നേരനുപാതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സമാന്തര വൈദ്യശാസ്ത്രങ്ങളിൽ വേദനാ സംഹാരികളായ മരുന്നുകളില്ല എന്നാണ് പൊതുവേ നമുക്കുള്ള ഒരു വിശ്വാസവും സങ്കല്പവും അനുമാനവുമല്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രമേ വേദന സംഹാരി മരുന്നുകളുള്ളൂ എന്നാണ്. പക്ഷേ ഈ വേദനയ്ക്ക് നിദാനമാകുന്ന ഒരു കാര്യവും ഒരു കാരണവും ഉണ്ടാകും. ആ കാര്യത്തെയും കാരണത്തെയും ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വേദനയ്ക്ക് സമാശ്വാസമുണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ മോഡേൺ മെഡിക്കൽ സ്ട്രീമിൽ വേദന സംഹാരി മരുന്നുകൾ ഒക്കെ തന്നെ, ഡ്രഗുകൾ ഒക്കെ തന്നെ ഒന്നുകിൽ സ്റ്റിറോയിഡ് വിഭാഗത്തിൽ വരുന്നവയാണ്, അല്ലെങ്കിൽ NSAID നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സാണ്. ഇത് രണ്ടായാലും അതിൻ്റെ പാർശ്വഫലങ്ങൾ അത് കൊടുക്കുന്നവർക്ക് തന്നെ വ്യക്തമായി ഉറപ്പുള്ളതാണ്. അത് അവർ തന്നെ അക്കമിട്ട് പറയുന്നതുമാണ്. പക്ഷേ ഇത് കഴിക്കുന്നവർക്ക് ഇത് വലിയ വിവരമൊന്നും ഈ കാര്യത്തെപ്പറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ അതിനെ വലിയ ആരാധനയോടെ ആവാഹിക്കാൻ തയ്യാറാണ്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് ഹോമിയോപ്പതി വേദന സംഹാരികളെ പറ്റി ചെറിയ ഒരു അവബോധം, അനുഭവം നിത്യവും ക്ലിനിക്കിൽ നടപ്പിലാക്കുന്ന രീതി അതൊന്ന് പറയാം. സാധാരണയായി ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് വരുന്ന വേദന ഉള്ള രോഗികൾ, അത് ആക്സിഡൻറ്റ്, എമർജൻസി, കാഷ്വാലിറ്റി, റോഡ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫാൾ ഫ്രം എ ഹൈറ്റ്, ഇത്തരം രോഗികളല്ല. അത് ദീർഘകാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയാണ്. ഇത്തരം വേദനകൾ ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് സപ്രസ് ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒതുങ്ങിയിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് തീവ്രമായി പ്രതികരിക്കുകയും ചെയ്യും വേദന. ഇത്തരം വേദനകളിൽ പ്രമുഖ സ്ഥാനത്തുള്ളതാണ് ഒന്ന് തലവേദന, 2 മുട്ടുവേദന, ജോയിൻറ്റ് പെയിൻ, മറ്റൊന്ന് ഈ കിഡ്നി സ്റ്റോൺ, മറ്റൊന്ന് അബ്ഡമിനൽ കോളിക്, അബ്ഡമിനൽ പെയിൻ ഇത്യാദി കാര്യങ്ങളാണ് സാധാരണയായി വരുന്ന തീവ്രമായ വേദനകൾ. ആധുനിക വൈദ്യത്തിൽ കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്ന വേദനകൾ. ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നതും അത് അരണ്ട വേദനയായി നിലനിൽക്കുന്നതുമായ വിഭാഗത്തിൽ വരുന്ന വേദനകൾ, ഒന്ന് സയാറ്റിക് പെയിൻ, മറ്റൊന്ന് ട്രൈജമിനൽ ന്യൂറാൾജിക് പെയിൻ, വേറൊന്ന് കാർപ്പൽ ടണൽ സിൻഡ്രോം പെയിൻ, വേറൊന്ന് വിസ്ഡം ടൂത്ത്, ഇമ്പാക്റ്റഡ് വിസ്ഡം ടൂത്ത് പെയിൻ, മറ്റൊന്ന് ടെന്നിസ് എൽബോ പെയിൻ ഇത്യാദി വേദനകൾ അല്ല. സാധാരണയായി വരുന്ന മറ്റൊരു കാര്യമാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് പെയിൻ. ഗാൾ സ്റ്റോൺ കോളിക്കും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സിംറ്റം സിമിലിമം ആയിട്ടുള്ള മെഡിസിൻ ഹോമിയോപ്പതിക്ക് രീതിയിൽ സ്ഫുടം ചെയ്തവ കൊടുക്കുമ്പോൾ 100% ഫലപ്രദമാണ്. അതുകൊണ്ടാണല്ലോ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് ഇത്തരം രോഗികൾ വരുന്നത്. വേദനയെടുത്ത് പുളയുന്നവനോട് വെറുതെ ഒരു ആപ്തവാക്യമോ ആപ്തസൂക്യമോ അല്ലെങ്കിൽ സമാശ്വാസ വാക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസിബോ മരുന്നെന്ന പേരിൽ ഒരു പ്ലാസിബോ സബ്സ്റ്റൻസോ ഒന്നും കൊടുത്താൽ അവൻ്റെ വേദന ശമിക്കില്ല. അവനെ പറഞ്ഞ് പറ്റിക്കാനും പറ്റത്തില്ല. വേദനയുടെ രൂഢമൂലമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം വേദന നിലനിൽക്കുകയും ചെയ്യും. ഈ സ്റ്റിറോയിഡ് ഡ്രഗുകളും
NSAID ഡ്രഗുകളും കഴിച്ച് കിഡ്നിയും കരളുമൊക്കെ പോകുമ്പോൾ ഇത്തരം സമാന്തര ചികിത്സാ ശാസ്ത്രങ്ങളിൽ അവയ്ക്കൊരു സമാശ്വാസം പ്രദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ താത്വികമായി അവലോകനം ചെയ്യുക എന്നുള്ളത് പാവപ്പെട്ട ഹോമിയോ ഡോക്ടറുടെ ചുമതലയല്ല. ഇത്